നമസ്കാരം. ടെക് ന്യൂസ് ഇൻ മലയാളത്തിലോട്ട് ഏവർക്കും സ്വാഗതം. വാട്സപ്പിൽ അനിമേറ്റഡ് സ്റ്റിക്കേഴ്സ്, QR കോഡ്, ഗ്രൂപ്പ് വീഡിയോ കോളിംഗ് ഇംപ്രൂവ്മെന്റ് പോലുള്ള ഫീച്ചേഴ്സ് വരും ആഴ്ചകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ട്. ആമസോൺ പാൻട്രി ഇനി മുതൽ ഇന്ത്യയിലെ 300 സിറ്റികളിൽ കൂടി ലഭിക്കും. ഇതിൽ കേരളത്തിൽ കോഴിക്കോട് വരുന്നുണ്ട്. ആമസോൺ പാൻട്രിയിൽ നിന്നും നമുക്ക് ഗ്രോസറി ഐറ്റംസ് മേടിക്കാം. പിന്നെ ആമസോൺ പ്രൈം നൗ ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. പബ്ജി മൊബൈൽ സീസൺ 14 ഒഫീഷ്യൽ ട്രെയിലർ ലീക്കായിരിക്കുകയാണ്. പുതിയ സീസണിൻ്റെ പേര് സ്പാർക്ക് ദി ഫെയിം ആയിരിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇതിൽ പുതിയ പ്ലെയേഴ്സും വെഹിക്കിൾ സ്കിന്നും വരും. ആമസോൺ പ്രൈം വീഡിയോയിൽ വാച്ച് പാർട്ടി എന്ന ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. വാച്ച് പാർട്ടിയിൽ ഒരേ സമയം 100 വ്യൂവേഴ്സിന് വരെ ആഡ് ചെയ്യാം. ഈ ഫീച്ചർ ഇപ്പോൾ US-ലാണ് ലഭിക്കുന്നത്. ഇന്ത്യയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻസ് BSNLൻ്റെ 4G അപ്ഗ്രഡേഷൻ ടെൻഡർ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. പുതിയ ടെൻഡറിൽ ചൈനീസ് കമ്പനിയെ ചിലപ്പോൾ ഉൾപ്പെടുത്തില്ല. ഇത് ഹുവാവേയും ZTEയും ബാധിച്ചേക്കാം. സ്പോട്ടിഫൈ പ്രീമിയം ഡ്യുവോ ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ്. 2 പേർക്ക് സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്ന പ്ലാനാണിത്. ഇതിൻ്റെ ചാർജ് വരുന്നത് മാസത്തിൽ 149 രൂപയാണ്. ഇന്ത്യയിൽ എയർടെല്ലും ജിയോയും ഡക്ക് ഗോ എന്ന സെർച്ച് എഞ്ചിനിലോട്ടുള്ള ആക്സസ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ZEE5 അവരുടെ ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോം അടുത്ത് തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. ഹിപ്പി എന്നായിരിക്കും ഇതിൻ്റെ പേര്. ജൂലൈ 15 മുമ്പ് ഇത് ലോഞ്ച് ചെയ്യും. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഫേസ്ബുക്കിൻ്റെ ഡീറ്റെയിൽസ് ചോർത്തുന്ന 25 ആപ്ലിക്കേഷൻസ് റിമൂവ് ചെയ്തിരിക്കുകയാണ്. എല്ലാ ആപ്ലിക്കേഷൻസിനും കൂടി 25 ലക്ഷം ഡൗൺലോഡ്സ് ഉണ്ടായിരുന്നു. ആരോഗ്യ സേതു ആപ്പ് യൂസേഴ്സിന് ലോഗിൻ ചെയ്യുമ്പോൾ കറക്റ്റ് OTP കൊടുത്താലും ലോഗിൻ എറർ കാണിക്കുന്ന പ്രശ്നമുണ്ടായിരുന്നു. ഈ പ്രശ്നം ഫിക്സ് ചെയ്തതായിട്ട് ആരോഗ്യ സേതു അറിയിച്ചിരിക്കുകയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോം ഇന്ത്യയിൽ ബാൻ ചെയ്ത 55 ആപ്ലിക്കേഷൻ ബ്ലോക്ക് ചെയ്യാൻ ISPക്കും ടെലികോം ഓപ്പറേറ്റേഴ്സിനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സ്റ്റോപ്പ് ഹെയ്റ്റ് ഫോർ പ്രോഫിറ്റ് എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് അഡിഡാസ്, പ്യൂമ, VW എന്നീ കമ്പനികൾ കൂടി ഫേസ്ബുക്കിൽ പരസ്യം കൊടുക്കുന്നത് നിർത്തിയിരിക്കുകയാണ്. കെർലൈൽ എന്ന കമ്പനി എയർടെലിൻ്റെ നെക്സ്ട്ര എന്ന ഡാറ്റാ സെൻറ്ററിൻ്റെ 25% മേടിക്കാൻ പോകുന്നു. $235 മില്യൺ ഇത് മേടിക്കുന്നത്. ഇന്ത്യ ടിക്ടോക്ക് അടക്കം 59 ചൈനീസ് ആപ്ലിക്കേഷൻ നിരോധിച്ചത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ റൂൾസിനെതിരാണെന്ന് ചൈന പറഞ്ഞിരിക്കുകയാണ്. ചിങ്കാരി എന്ന ആപ്പിൻ്റെ ഡെവലപ്പേഴ്സിൻ്റെ സൈറ്റായ ഗ്ലോബസ് സോഫ്റ്റിൽ മാൽവെയർ ഉണ്ടെന്ന് ഫ്രഞ്ച് ഹാക്കർ പറഞ്ഞിരിക്കുകയാണ്. ഗൂഗിൾ മീറ്റ് എന്ന വീഡിയോ കോൺഫറൻസിംഗ് ആപ്ലിക്കേഷനിലോട്ട് ഇന്ത്യയിൽ വരും ദിവസങ്ങളിൽ AI നോയ്സ് ക്യാൻസലേഷൻ എന്ന ഫീച്ചർ വരും. ഷിങ്കോ S43U QLS എന്ന 4K LED സ്മാർട്ട് TV ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് 43 ഇഞ്ചിൻ്റെ 4K HDR TV ആണ്. ഇതിൻ്റെ വില വരുന്നത് 20,999 രൂപയാണ്. തോംസൺ ഓത്ത് പ്രോ 4K ആൻഡ്രോയിഡ് TV സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 43 ഇഞ്ച്, 55 ഇഞ്ച്, 65 ഇഞ്ച് സൈസുകളിൽ വരുന്ന TVകൾ ഇതിൽ വരുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 24,999 രൂപയാണ്. ഇന്ത്യയിൽ സാംസങ് J6, സാംസങ് ON 6 എന്നീ ഫോണുകൾക്ക് ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള One UI 2.0 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലഭിച്ചു തുടങ്ങിയിരിക്കുകയാണ്. സാംസങ് Note 20 Plus, സാംസങ് Note 20 എന്നീ ഫോണുകളുടെ കേസിൻ്റെ ഇമേജ് ലീക്കായിരിക്കുകയാണ്. സാംസങ് A31ൻ്റെ വില ഇന്ത്യയിൽ കുറഞ്ഞിരിക്കുകയാണ്. 21,999 രൂപയുള്ളത് 1000 രൂപ കുറഞ്ഞിട്ട് 20,999 രൂപയായിട്ടുണ്ട്. ഇതിനു പുറമെ ICICIയുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 1000 രൂപയുടെ ക്യാഷ് ബാക്കും ലഭിക്കും. 6.4 ഇഞ്ചിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ P65 എന്നുള്ള പ്രോസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 20 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയുമാണ് വരുന്നത്. ഓപ്പോ F15ൻ്റെ 4GB റാം വെർഷൻ ജൂലൈ ഫസ്റ്റ് വീക്കിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഇതിൻ്റെ വില 18,000 രൂപയ്ക്ക് താഴെ ആവാനാണ് സാധ്യത. ഈ ഫോണിൻ്റെ 8GB റാം വെർഷൻ്റെ വില വരുന്നത് 18,990 രൂപയാണ്. 6.4 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ P70 എന്നുള്ള പ്രോസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയുമാണ് വരുന്നത്. 4000 mAhൻ്റെ ബാറ്ററിയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഓപ്പോ Reno 3 Proയുടെ വില ഇന്ത്യയിൽ കുറഞ്ഞിരിക്കുകയാണ്. 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില 31,990 രൂപയുള്ളത് 2000 രൂപ കുറഞ്ഞിട്ട് 29,990 രൂപയായിട്ടുണ്ട്. 256GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 32,990 രൂപയാണ്. 6.4 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ P95 എന്നുള്ള പ്രോസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫോണിൻ്റെ പിന്നിൽ 64 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 44 മെഗാ പിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പുമാണ് വരുന്നത്.
4025 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. സാംസങ് M01s എന്ന ഫോണ് ഗൂഗിൾ പ്ലേ കൺസോളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ P22 എന്നുള്ള പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ HD റെസൊല്യൂഷൻ ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഈ ഫോൺ സാംസങ് A10s എന്ന ഫോണിൻ്റെ റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കാനാണ് സാധ്യത. നോക്കിയ 8.3 5Gയുടെ സെയിൽ സ്വിറ്റ്സർലാൻഡിൽ സെപ്റ്റംബർ 15 സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. വില കൊടുത്തിരിക്കുന്നത് ഏകദേശം 39,000 രൂപയാണ്. 6GB റാം 64GB ഇൻറ്റേർണൽ വെർഷനാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. 6.81 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. സ്നാപ്ഡ്രാഗൺ 765G എന്ന 5G പ്രോസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫോണിൻ്റെ പിന്നിൽ 64 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 24 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയുമാണ് വരുന്നത്. 4500 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. iPhone SE 2 Plus ഇക്കൊല്ലം അവസാനവും iPhone SE 3 അടുത്ത കൊല്ലം ആദ്യ പകുതിയിലും വരുമെന്നാണ് റിപ്പോർട്ട്. SE 3 A13 ബൈണിംഗ് ചിപ്പുമായിട്ട് വരാനാണ് സാധ്യത. ചിലപ്പോൾ iPhone 12 സീരീസിൻ്റെ 4G വെർഷൻ എന്ന് പറയുന്നത് ഈ ഫോൺ ആയേക്കാം. ഹുവാവേ Mate 40 Proയിൽ വലിയ നോച്ച് വരുമെന്നാണ് റിപ്പോർട്ട്. ഇതിൽ ഫേസ് ID സെൻസർ ഉണ്ടാകും. റിയൽമി X50 5G എന്ന ഫോൺ ജൂലൈ 8 സ്പെയിനിൽ ലോഞ്ച് ചെയ്യും. 6.57 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 64 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16+8 മെഗാപിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പുമാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 765G എന്ന 5G പ്രോസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 4200 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മോട്ടോ G 5G എന്ന ഫോൺ ജൂലൈ 7 യൂറോപ്യൻ കൺട്രീസിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഇത് ചിലപ്പം മുമ്പ് മോട്ടറോള എഡ്ജ് ലൈറ്റ് എന്ന പേരിൽ സ്പെസിഫിക്കേഷൻ ലീക്കായ ഫോൺ ആയേക്കാം. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗൺ 765G എന്ന 5G പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് വരും. Asus ROG Phone 3 ജൂലൈ 22 ലോഞ്ച് ചെയ്തേക്കാമെന്നാണ് റിപ്പോർട്ട്. ഈ ഫോണിൻ്റെ ടീസറും വന്നിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 865 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. OnePlus നോഡിൽ സ്നാപ്ഡ്രാഗൺ 765G എന്ന പ്രോസസ്സറായിരിക്കും വരിക എന്നുള്ള കാര്യം കൺഫേം ആയിരിക്കുകയാണ്. OnePlusൻ്റെ കോ ഫൗണ്ടറും അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗണും ഇക്കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്. പോക്കോ M2 Pro എന്ന ഫോൺ ഇന്ത്യയിൽ ജൂലൈ 7 ലോഞ്ച് ചെയ്യും. പോക്കോ തന്നെയാണ് ഇക്കാര്യം ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുന്നത്. ഫോണിൻ്റെ പിന്നിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 720G എന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. OnePlus 8 Proയുടെ സെയിൽ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ആമസോൺ വഴിയും അതുപോലെ തന്നെ OnePlusൻ്റെ ഒഫീഷ്യൽ സൈറ്റ് വഴി നടക്കും. 6.78 ഇഞ്ചിൻ്റെ ക്വാഡ് HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 865 എന്ന 5G പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 48+48+8+5 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയുമാണ് വരുന്നത്. 4510 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വില വരുന്നത് 54,999 രൂപയാണ്.